നമ്മളെക്കുറിച്ച് അറിയുന്നതിന് മസ്തിഷ്കത്തെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. മെമ്മറീസ്, അതാണ് നമ്മളെ നമ്മളാക്കുന്നത്. ഓർമ്മകളില്ലാത്ത ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഓർമ്മകളെ കുറിച്ച് ശാസ്ത്രധാരണകൾ ഇന്നും ഒരു പ്രഹേളികയായിട്ട് നിലനിൽക്കുന്നു. ഓർമ്മകളെ കുറിച്ച് നമ്മൾ ഒരുപാട് ദശകങ്ങളായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഒരു ഏകീകൃതമായിട്ടുള്ള മെമ്മറി തിയറി നിർമ്മിച്ചെടുക്കാൻ ഇന്നും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. മെമ്മറി ബ്രെയിനിൽ എവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത്, അത് എങ്ങനെയാണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അത് ആക്സസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ പഠനങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് സീബ്രാസ് ഫിഷിനെ കുറിച്ച് സീബ്ര ഫിഷിന്റെ ബ്രെയിനിൽ നടത്തിയ മെമ്മറിയെ കുറിച്ചുള്ള പഠനത്തിന്റെ ഒരു പ്രബന്ധം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റോജെനറ്റിക്സ് എന്ന ആധുനിക ഒരു ടെക്നിക് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പഠനം നടത്തിയത്. ഒപ്റ്റോജെനറ്റിക്സിനെ കുറിച്ച് നമുക്ക് ഇനിയൊരു അവസരത്തിൽ കൂടുതൽ ഗഹനമായിട്ട് സംസാരിക്കാം. ഈ പഠനം കാണിക്കുന്നത് സീബ്ര ഫിഷിൽ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ ചില കണക്ഷനുകൾ ഉണ്ടാകുന്നു. ബ്രെയിനിന്റെ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് സിനാപ്റ്റിക് കണക്ഷൻസ് എന്ന് പറയും. ഇത്തരത്തിലുള്ള സിനാപ്റ്റിക് കണക്ഷൻസ് പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നു. അതേസമയം ചില സിനാപ്റ്റിക് കണക്ഷൻസ് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു കോറിലേഷനാണ് മെമ്മറിയുമായിട്ട് ഈ മത്സ്യത്തിന്റെ ബ്രെയിനിൽ നമുക്ക് ഈ ശാസ്ത്രജ്ഞർക്ക് കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് നടന്ന പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പുതിയ കണക്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്ന കണക്ഷൻസ്, നിലനിൽക്കുന്ന കണക്ഷൻസ് ഇല്ലാതായി പോകുന്നതിനെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു പൊതുധാരണ മെമ്മറികൾ, കണക്ഷൻസ് ശക്തിപ്പെടുത്തുന്നതിലാണ് പുതിയ മെമ്മറികളുടെ രൂപകൽപ്പന ഉണ്ടാകുന്നത് എന്നാണ് ധരിച്ചിരുന്നത്. അപ്പൊ ഇതൊരു പുതിയ വിജ്ഞാനമാണ്. ഇത് ഈ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പോലും മെമ്മറിയെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരുന്നില്ല എന്ന് സമ്മതിക്കുന്നു. മെമ്മറിയുടെ എല്ലാ ഘടകങ്ങളും, ഓർമ്മയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഈ പഠനത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവര് തുറന്ന് സമ്മതിക്കുന്നു. കൂടുതൽ പഠനം ആവശ്യമാണ്. നമുക്ക് ഈ അടുത്ത വർഷങ്ങളിൽ നടന്ന കുറച്ച് പഠനങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ആ പഠനങ്ങളുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2008 നടന്ന ഒരു പഠനം, ന്യൂറോൺസിലാണ് മെമ്മറികൾ നിർമ്മിക്കപ്പെടുന്നത്. ന്യൂറോൺസിന്റെ പ്രവർത്തനം മെമ്മറിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. എന്നാൽ 2009 നടന്ന മറ്റൊരു പഠനം നേരത്തെ പറഞ്ഞതുപോലെ സിനാപ്റ്റിക് ആക്ടിവിറ്റി, ന്യൂറോണുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലാണ് ഓർമ്മകൾ നിൽക്കുന്നത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂറോണിന്റെ ന്യൂക്ലിയസ്, അതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ള ജനിതക ഘടകങ്ങൾ DNA-യിൽ മാറ്റം വരുത്തുന്നുണ്ട് മെമ്മറികൾ നിർമ്മിക്കപ്പെടുമ്പോൾ എന്നും പറയുന്നു. അപ്പൊ നമ്മുടെ സിനാപ്റ്റിക് കണക്ഷൻസും ജനിതക ഘടകങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു ഓർമ്മകളുമായി എന്നാണ് 2009 ഈ പഠനം പറയുന്നത്. 2012 മറ്റൊരു പഠനം പറയുന്നത് ന്യൂറോൺസിന്റെ സൈറ്റോപ്ലാസം, അതായത് ആ കോശത്തിന്റെ ഉള്ളിലെ സ്പേസ്, കോശത്തിന്റെ ഉള്ളിലെ ഒരു സ്പേസിലാണ് മെമ്മറികൾ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. ഈ സൈറ്റോപ്ലാസത്തിലുള്ള മൈക്രോ ട്യൂബ്യൂൾസിൽ, വളരെ നേർന്ന മൈക്രോ സ്ട്രക്ചേഴ്സിലാണ് മെമ്മറികൾ രചിക്കപ്പെടുന്നത് എന്ന് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നു. 2021 പുതിയതായിട്ടൊരു തിയറി വന്നു, മെഷ് കോഡ് തിയറി. ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്നത് പ്രോട്ടീനുകളുടെ സ്ട്രക്ചറിലാണ് എന്ന് ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നു. പ്രോട്ടോണുകളുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ മെമ്മറി എഴുതപ്പെടുന്നത് എന്നതുപോലെ തന്നെ ചില പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് മെമ്മറീസ് നിലനിർത്തുന്നത് എന്നാണ് ഈ പഠനം പറയുന്നത്. ഏറ്റവും ശ്രദ്ധയാകർഷിച്ച 2022 വേറൊരു പഠനം പറയുന്നത് മെമ്മറി സൂക്ഷിക്കുന്നത് സിനാപ്സുകളിലോ ബ്രെയിനിന്റെ സൈറ്റോപ്ലാസത്തിലോ ജനിതക ഘടകങ്ങളിലോ അല്ല, ബ്രെയിനിന്റെ ന്യൂറോൺസിലെ മെംബ്രെയിനാണ്. ഈ പഠനം പറയുന്നത് ന്യൂറോൺസിന്റെ മെംബ്രെയിനിലാണ് ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ ഇത്രയും പഠനങ്ങൾ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാകാം, പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പല പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഓർമ്മയെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മളെക്കുറിച്ച് അറിയുന്നതിന് വളരെ അത്യന്താപേക്ഷകമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മകളെക്കുറിച്ച് അറിയുന്നതിന്
ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, പല ശാസ്ത്രശാഖകളുടെ അന്വേഷണങ്ങളെ കൂടി സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ആവശ്യമാണ്. ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിൽ നടക്കുന്ന പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ഈ പഠനങ്ങൾ ബോധവാന്മാരാവേണ്ടതാണ്. സമയത്തെക്കുറിച്ച് ഭൗതികശാസ്ത്രം എന്ത് പറയുന്നു, സ്ഥല വ്യത്യാസങ്ങളെ കുറിച്ച് ഭൗതികശാസ്ത്രം എന്ത് പറയുന്നു, അതായത് സ്പേസ് ടൈമിനെ കുറിച്ച് ഇന്ന് എന്തിലേക്കാണ് ഭൗതികശാസ്ത്രം എത്തുന്നത് എന്നുള്ളത് ഓർമ്മകളെ കുറിച്ച് അറിയുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും. ഡിമൈസ് ഓഫ് ദ സ്പേസ് ടൈമിന്റെ തകർച്ച ഉണ്ടാകുന്നു എന്ന ചില വാദങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെന്നും ഹൈപ്പോത്തസിസുകളായിട്ട് നിലനിൽക്കുന്നു. പൂർണ്ണമായിട്ട് എക്സ്പെരിമെന്റൽ പ്രൂഫോടെ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാലും സമയമില്ലാതാകാൻ പോകുന്നു, സ്പേസ് ഇല്ലാതാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചിന്തകൾ ഭൗതികശാസ്ത്രത്തിൽ ഇന്ന് വളരെ പ്രബലമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരം ഒരു പുതിയ ശാസ്ത്രബോധത്തിൽ നിന്ന് മെമ്മറിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, മെമ്മറിയെ കുറിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ട്. നമുക്ക് ഈ ശാസ്ത്രലോകങ്ങളിൽ ഫിസിക്സ് ഉൾപ്പെടെ, ഭൗതികശാസ്ത്രം ഉൾപ്പെടെ പല ശാസ്ത്രത്തിലും സമയകാലത്തെക്കുറിച്ച് പുതിയ തെളിവുകൾ എന്താണ് എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം.